അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറുപയർ കറി കേട്ടോ. അതെങ്ങനെ വെക്കുകയെന്ന് പറയാം കേട്ടോ. ചെറുപയർ കുതിർത്തി വെച്ചിരിക്കണു. വലിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ഓരോ പീസ്. വെളുത്തുള്ളി ഒരു 3-4 ഇല്ലി വേണം കേട്ടോ. അതുകൊണ്ട് ചതച്ചിടുക. പിന്നെ പൊടികൾ ഇടുക കേട്ടോ. നമുക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മുളക് പൊടിയും ഒരു 3/4 ടീസ്പൂണ് മല്ലിപ്പൊടി ഇടുക കേട്ടോ. അതും ഇട്ടതിന് ശേഷം ഉപ്പ് ഇടുക കേട്ടോ. ഉപ്പ് ഇട്ടിട്ട് 2 വിസിലില്ലേ വേവിക്കുക കേട്ടോ. എൻ്റെ കുക്കറിൽ 2 വിസിലിട്ടാൽ വേവ് കേട്ടോ. നിങ്ങളുടെ കുക്കർ എങ്ങനെയാ വെച്ചാൽ അതിനനുസരിച്ച് വേവിക്കണം കേട്ടോ. 2 ഇട്ടാൽ മതി, നല്ല ആയിട്ടുണ്ടാവും. അപ്പോൾ അതായി. അതിലേക്ക് തേങ്ങ അരക്കണം കേട്ടോ. തേങ്ങ ഒരു മൂടിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഒരു തേങ്ങൻ്റെ പകുതിയാണ് എടുക്കുന്നത് കേട്ടോ. അത് ചരുവിയതിന് ശേഷം അതിലേക്ക് പെരിഞ്ചീരകവും പിന്നെ ചെറിയ ഉള്ളിയില്ലേ അതൊരു 3-4 എണ്ണം ചെറിയ ഉള്ളി അതും കൂടി ഇട്ടിട്ട് നന്നായി മിക്സിയിൽ അരച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും ഞാൻ നാഷ്ട ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ദോശ ഉണ്ടാക്കുന്നുണ്ട്, കുറ്റിപ്പുട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ പുട്ടുണ്ടാക്കുമ്പോൾ മോൻ പറഞ്ഞു എനിക്കിന്ന് പുട്ട് വേണ്ടാന്ന്. അപ്പോൾ എന്താ ചെയ്യുക, മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ദോശ ഇടാമെന്ന് ചോദിച്ചു. ഇതിലേക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കറി കേട്ടോ. നിങ്ങൾ ഒരു വട്ടമെങ്കിലും വെച്ച് നോക്കണം, അപ്പോൾ അറിയുള്ളൂ. ചപ്പാത്തിയിലേക്ക് അതിലേക്കൊക്കെ പറ്റും കേട്ടോ. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാവും. ഞാൻ വെറുതെ പറയണല്ലോ കേട്ടോ. നിങ്ങൾ വെച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ പിട്ട് കുറച്ചുണ്ടാക്കിയല്ലോ കേട്ടോ. അപ്പോൾ എനിക്ക് ദോശ വേണ്ടാന്നപ്പോൾ ഞാൻ ദോശ തോന ഉണ്ടാക്കിയിട്ട് പിട്ട് കുറച്ചുണ്ടാക്കി കേട്ടോ. അതുമായി ദോശയും കറിയൊക്കെ ആയി. നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ മോൻ്റെ തുണക്കാരനൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കറി. ഞങ്ങളെ വീട്ടിലൊക്കെ വറുത്തിട്ടാണ് വെക്കുക പറഞ്ഞു. ഞാൻ വറുത്തിട്ട് വെക്കാറില്ല പറഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് എങ്ങനെ വെക്കുക എന്നൊക്കെ ചോദിച്ചിട്ടോ. ഭയങ്കര സന്തോഷമായിട്ടോ ചോദിച്ചപ്പോൾ. നല്ല ടേസ്റ്റ് ഉണ്ട് കറി എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനെ പിട്ടുമായി ദോശയായി കേട്ടോ. ഇന്ന് അങ്ങനെ നല്ല ടേസ്റ്റ്. കുറച്ച് മല്ലിച്ചപ്പില്ല, അതൊന്നും താളിക്കണമല്ലോ നമുക്ക്. അപ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളിയില്ലേ അതിൽ കുനുകുനേ അരിയുക, ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ടിട്ട് അതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് താളിച്ച് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് മല്ലിച്ചപ്പില്ലേ അത് ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ടോ. അത് ഇറക്കി വെച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് പറഞ്ഞത്, നല്ല ടേസ്റ്റാണ് കേട്ടോ. കൂട്ടി നോക്കണേ, വെച്ച് ഒന്ന് കൂട്ടി നോക്കണം. ഇതേപോലെ ഒരു വട്ടമെങ്കിലും വെക്കണം കേട്ടോ നിങ്ങൾ, എന്നാലേ അറിയുള്ളൂ ഇത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. നമ്മളിങ്ങനെ പറഞ്ഞാൽ ആണ് ടേസ്റ്റ് ഇല്ലയെന്ന് വിചാരിക്കും, പക്ഷെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സത്യമായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു പിട്ടിലേക്കും ദോശയിലേക്കും അപ്പോൾ രണ്ടും ഓരോ കഷ്ണം എടുത്തിട്ട് ഞാൻ കഴിക്കാനെടുത്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ, ഇൻഷാ അള്ളാ.